നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ 5 കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രി സജി ചെറിയാൻ താക്കോൽ നൽകി. ജില്ലയിൽ പക്ഷിപ്പനി തുടർച്ചയായി സ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. തിങ്കളാഴ്ച റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ സ്വദേശി മുകേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മാന്നാറിലെ കലാകൊലപാതകം കേസിൽ 1-ാം പ്രതിയായ ഭർത്താവ് അനിലിനായി പോലീസ് ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ആദ്യ നടപടിയാണ് ഇത്. തൈക്കാട്ടുശ്ശേരി MDUP സ്കൂളിലെ സാമൂഹ്യ വിരുദ്ധ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തോടനുബന്ധിച്ച് വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടും ഗതാഗത കുരുക്കിന് ശമനമില്ല. വീണ്ടും യാത്രാ ദുരിതം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ 5 കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രി സജി ചെറിയാൻ താക്കോൽ നൽകി. മത്സ്യത്തൊഴിലാളികളൊക്കെ അടങ്ങുന്ന ഒരു പള്ളിയാണ്, ലത്തീൻ സഭയുടെ പള്ളിയാണ്. റവറൻഡ് ഫാദർ ക്ലീറ്റസ് കാരക്കാണ്. ഞാൻ വളരെ സന്തോഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ വലിയ കോടീശ്വരന്മാരെ ഒരുപാട് പള്ളിക്കാർ ഈ രാജ്യത്തുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. 1 സെന്റ് വിട്ടുകൊടുക്കാത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങൾ 20 സെന്റ് കൊടുത്തെങ്കിൽ നിങ്ങളെ ഞാൻ ആത്മാർത്ഥം അഭിനന്ദിക്കുക. ഈ പാവപ്പെട്ട മനുഷ്യന് ഒരു ആശുപത്രി പണിയിൽ നിങ്ങൾ കൊടുത്താൽ വലിയ മനസ്സിലുണ്ട്. ഇതാണ് സഭ, ക്രിസ്തു പഠിപ്പിച്ച സഭ. ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കൂടി ചെയ്താലും കേരളം അങ്ങ് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി കൊടുക്കാതിരിക്കേണ്ട, ഇനിയും സഭയ്ക്ക് സ്ഥലമുണ്ട്, ഇനിയും കൊടുക്കുക, സ്ഥലം കിട്ടുമ്പോഴത്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭയും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ MLAയും ഒക്കെ നന്നായി പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്നു. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ HSLM MLA അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുമെന്ന് സജി ചെറിയാൻ. ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ, കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമോ, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കണോ, സൗജന്യമായി പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഈ കേരളമാണെന്ന് അഭിമാനത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. ഇതാണ് ഈ ഗവൺമെന്റ് നേട്ടം. ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളെ വിടുകയാണ്. വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗജന്യമായ സഹായം ഈ ഗവൺമെൻറ് ചെയ്യുകയാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് വിശദീകരിച്ചത്. ഞാനൊരു കാര്യം പറയാം. തീരദേശ സ്കൂളുകൾ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി. മികച്ച സ്കൂളുകളെന്ന നിലയിലേക്ക് കേരളത്തിലെ സ്കൂളുകളെല്ലാം മാറി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെയും മക്കൾക്ക് വിദേശ പഠനം നടത്താനും സർക്കാർ സഹായം നൽകുന്നുണ്ട്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള മത്സ്യഫെഡിന്റെ വിദ്യാഭ്യാസ അവാർഡ് മികവ് 2024 സംസ്ഥാനതല ഉദ്ഘാടനം പറവൂർ EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 1016 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകുന്നത്. 31 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. HSLM MLA അധ്യക്ഷനായി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, അജിത ശശി, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ PS ബാബു, TS രാജേഷ്, കടാശ്വാസ കമ്മീഷൻ അംഗം C ഷാജി, തീരദേശ വികസന കോർപ്പറേഷൻ അംഗം PI ഹാരിസ്, മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഷാനവാസ്, VC മധു, ബിനു പൊന്നൻ എന്നിവർ സംസാരിച്ചു. BR രമേശ് സ്മാരക എൻഡോമെന്റ് വിതരണവും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. അമ്പലപ്പുഴ ക്ഷേത്രക്കുളത്തിൽ യുവാവിനെ കാണാതായി. കുളിക്കുന്നതിനിടയിലാണ് സംഭവമെന്ന് നിഗമനം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിലാണ് ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത്.
കുളത്തിന്റെ കൽപ്പടവിൽ യുവാവിന്റെ ചെരുപ്പുകളും ഇരുചക്ര വാഹനവും കണ്ടതിനെ തുടർന്നാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. സംഭവത്തെ തുടർന്ന് ക്ഷേത്ര നട അടച്ചു. ക്ഷേത്രകുളം പൂർണ്ണമായും പറ്റിച്ച് പരിഹാര ക്രിയകൾക്ക് ശേഷമാവും ക്ഷേത്ര നട തുറക്കുക. ടൈനൂസ് അമ്പലപ്പുഴ. ജില്ലയിൽ പക്ഷിപ്പനി തുടർച്ചയായി സ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച പഠന സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. ജില്ലയിൽ പക്ഷിപ്പനി തുടർച്ചയായി സ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് തിങ്കളാഴ്ച നിയമസഭയിൽ വയ്ക്കും. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ മൃഗസംരക്ഷണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേരും. റിപ്പോർട്ടിന്റെ പകർപ്പ് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന് നൽകി. ജില്ലയിലാകെ പക്ഷിപ്പനി വ്യാപിച്ചിട്ടുണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ വലിയ തോതിൽ കള്ളിങ് വേണ്ടിവരുമെന്ന് കണക്കുകൂട്ടി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മുന്നൊരുക്കം നടത്തിയിരുന്നു. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാവും തുടർ നടപടികൾ തീരുമാനിക്കുക. കുട്ടനാടിന് പുറമെ ചേർത്തലയിലും പക്ഷിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെയാണ് പക്ഷിപ്പനി പടരുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 18-അംഗ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. ഇവർ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ച് കള്ളിങ് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ വിലയിരുത്തിയിരുന്നു. രോഗബാധയുള്ള പക്ഷികളിൽ നിന്നും വളർത്തു മൃഗങ്ങൾ വഴി രോഗം മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയും പഠന വിഷയമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിലെ വളർത്തു മൃഗങ്ങളുടെ സാമ്പിൾ പരിശോധനയും നടത്തി. ജില്ലയിൽ ഏപ്രിലിന് ശേഷം 29 സ്ഥലങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിലേഴും ചേന്നപ്പള്ളിപ്പുറം പഞ്ചായത്തിലാണ്. ടൈനൂസ് ആലപ്പുഴ. നാടിനെ നടുക്കിയ മാന്നാറിലെ കൊലപാതകം. ഭർത്താവ് അനിലിനായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. മാന്നാർ ഇരമത്തൂർ സ്വദേശിനി കൊല്ലപ്പെട്ടെന്ന കേസ് 1-ാം പ്രതിയായ ഭർത്താവ് അനിലിനായി പോലീസ് ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇസ്രായേലിലുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ആദ്യഘട്ടമാണിത്. കോടതി റിമാൻഡ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ ലഭിച്ച 3 പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ലെന്നാണ് വിവരം. വരും ദിവസം ഇവരുടെ കസ്റ്റഡി കാലാവധി നീട്ടിയേക്കും. കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് വിവരം. അനിലുമായി ബന്ധമുള്ള സംസ്ഥാനത്തിന് പുറത്തുള്ളവരുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുന്നതായി പോലീസിന് സംശയമുണ്ട്. പ്രതികൾ ഒന്നിച്ചായാൽ പുതിയ കഥകൾ മെനയുമെന്ന സംശയത്തിൽ ഇവരെ 3 പോലീസ് സ്റ്റേഷനിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ടൈനോസ് മാന്നാർ. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടെങ്കിലും ഗതാഗതക്കുരുക്ക് ഒഴിയുന്നില്ല. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള സർവീസ് റോഡ് ടാർ ചെയ്യുന്നതിനാൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന അരൂക്കുറ്റി ചേർത്തല റോഡിലും മാക്കക്കവല തൈക്കാട്ടുശ്ശേരി തുറവൂർ റോഡിലും കഴിഞ്ഞ ദിവസവും വാഹനക്കുരുക്ക് രൂക്ഷമായി. റോഡിന് വീതി കുറവുള്ള ഇവിടെ വളവുകളുണ്ട്. വശങ്ങളിലൂടെയും മുകളിലൂടെയും വൈദ്യുതി കേബിളുകൾ പോകുന്നതിനാൽ ജാഗ്രതയോടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വാഹനങ്ങളുടെ തിരക്ക് മൂലം പാണാവള്ളി ആലുങ്കൽ ബസാറിൽ ജപ്പാൻ ശുദ്ധജല പൈപ്പ് പൊട്ടിയതിന് അറ്റകുറ്റപ്പണി ശനിയാഴ്ചയും നടന്നില്ല. വ്യാഴാഴ്ചയാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. റോഡ് പകുതിയോളം തടസ്സപ്പെടുത്തി പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ചെയ്യണമെന്നതിനാലാണ് കഴിഞ്ഞ ദിവസവും പണി ഒഴിവാക്കിയത്. കഴിഞ്ഞ ദിവസം പള്ളിപ്പുറം വടക്കുംകരയിലും ജപ്പാൻ ശുദ്ധജല പൈപ്പ് പൊട്ടിയിരുന്നു. വാഹനങ്ങൾ അധികമായി പെരുകുന്നത് പൈപ്പ് പൊട്ടലിന് കാരണമാകാമെന്ന വിലയിരുത്തലുമുണ്ട്. അരൂക്കുറ്റി തൈക്കാട്ടുശ്ശേരി ചെങ്ങണ്ടപ്പാലം റോഡുകളിൽ കുഴിയായിട്ടുണ്ട്. ചെങ്ങണ്ടപ്പാലത്തിൽ കഴിഞ്ഞ മാസം കുഴി അടച്ചെങ്കിലും വീണ്ടും കുഴിയായി. ചേർത്തല നഗരത്തിൽ നിന്നും പള്ളിപ്പുറം പൂച്ചാക്കൽ അരൂക്കുറ്റി ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ഏക പാലമാണ് ചെങ്ങണ്ടപ്പാലം. ചേർത്തല കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തയ്യൽ പരിശീലനവും തയ്യൽ മെഷീനുകളുടെ വിതരണവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള സൗജന്യ തയ്യൽ പരിശീലനവും തയ്യൽ മെഷീൻ വിതരണവും നടന്നു. ജൂലൈ 6 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രിയം റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടി KSBCDC ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തയ്യൽ മെഷീൻ വിതരണം KSBCDC മാനേജിംഗ് ഡയറക്ടർ അഞ്ജന MIAS ഉദ്ഘാടനം ചെയ്തു. KSBCDC ഡയറക്ടർ അഡ്വക്കേറ്റ് ഉദയകുമാർ PP ടൂൾ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് കൗൺസിലർ A. അജി, മുൻ മുനിസിപ്പൽ ചെയർമാനായ P. ഷാജിമോൻ,
മുൻ മുനിസിപ്പൽ ചെയർപേഴ്സണായ ജയലക്ഷ്മി അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു. കനിവ് ഖജാൻജി എസ് പ്രദീപ് കൃതജ്ഞതയും കനിവ് സെക്രട്ടറി KA ബാബു സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. 70ാമത് നെഹ്റു ട്രോഫി ജലമേളയോടനുബന്ധിച്ചുള്ള ടിക്കറ്റ് വിൽപ്പന ഈ മാസം 10 ആരംഭിക്കാൻ സാധ്യത. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഈ മാസം 10 തുടങ്ങാൻ സാധ്യത. ഏകദേശം 20,000 ടിക്കറ്റുകളാണ് വിൽക്കാൻ പദ്ധതി ഇടുന്നത്. ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് എത്തിയെങ്കിലും അവയിൽ ഹോളോഗ്രാം പതിപ്പിക്കൽ പൂർത്തിയാക്കാനാകാത്തതിലാണ് വിൽപ്പന വൈകുന്നത്. ഇടുക്കി, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലെ സർക്കാർ സ്ഥാപനങ്ങളിലും ടിക്കറ്റ് വിൽക്കാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. ഓഗസ്റ്റ് 10 പുന്നമടക്കായലിലാണ് വള്ളംകളി. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവ വഴി ഓൺലൈനായും ടിക്കറ്റ് വിൽക്കും. 15 ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയേക്കും. സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ ആലപ്പുഴ KSRTC ഡിപ്പോയിലും കൗണ്ടർ സ്ഥാപിച്ച് ടിക്കറ്റ് വിൽക്കും. ഈ വർഷം വൈറ്റില ഹബ്ബിലും ടിക്കറ്റ് കൗണ്ടർ സ്ഥാപിക്കാനുള്ള സാധ്യത പരിഗണിക്കുന്നുണ്ട്. ടൈനൂസ്, ആലപ്പുഴ. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മുൻ ഹൈക്കോടതി ജഡ്ജ് കമാൽ ബാഷ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ 34ാമത്തെ പ്രസിഡന്റായി റൊട്ടേറിയൻ MPHF NG നായർ സ്ഥാനമേറ്റു. ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റായ MPHF ലാൽജിയിൽ നിന്നും NG നായർ സ്ഥാനം ഏറ്റുവാങ്ങി. The insignia of the authority of the president, wear at every meeting. Next, the gavel, the symbol of authority, used sparingly. The president's lapel pin, wear it with pride. The armband and baton, the symbol of commitment and leadership. And finally, the charter, the birth certificate of our club. Keep it in safe custody and hand it over to your next successor. Now, Rotarian Kelalji will vacate the prestigious chair of the president for the new president. Ladies and gentlemen, please give a standing ovation to our newly installed president. Congratulations, Rotarian Multiple Ball Harris Fellow, Engineer NG Nair. Thank you, Rotarian Kelalji. ചടങ്ങിൽ മുൻ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലോകനന്മയ്ക്ക് റോട്ടറി പ്രസ്ഥാനത്തിന്റെ കാലിക പ്രസക്തി എടുത്തു പറഞ്ഞ അദ്ദേഹം സ്ത്രീകളുടെ യോജിച്ചുള്ള പ്രവർത്തനം സേവന സംരംഭങ്ങളുടെ മൂല്യവർദ്ധനയ്ക്ക് കളമൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ കുടുംബം നന്നായിട്ട് പോവുക, നല്ല സന്തോഷമായ ഒരു കുടുംബമായിരിക്കണം. ഈ അടുപ്പമുണ്ടല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആശയദാരിദ്ര്യമാണ്. ആശയമില്ല, നൂതനമായ ആശയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആശയവിനിമയത്തിലൂടെ മാത്രമേ നടക്കൂ. കമ്മ്യൂണിക്കേഷൻ, ഇന്നത് ഏറ്റവും ഇല്ലാത്തത് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് അതാണ്, കമ്മ്യൂണിക്കേഷനില്ല. സമ്പർക്കം ഇല്ലായ്മ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? പുതിയ പുതിയ ആശയങ്ങളൊന്നും ഉടലെടുക്കുന്നില്ല. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. നേരെ മറിച്ച് എല്ലാവരും ഇന്ന് ഇൻട്രോവേർട്സ് അല്ലേ? ആ മൊബൈലിലോട്ട് നോക്കും, അതിൽ ഫേസ്ബുക്കോ അല്ലെ ഇൻസ്റ്റാഗ്രാമോ, ഇത് രണ്ടിലും ഞാനില്ല, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ബാക്കി കൂടുതൽ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വീട്ടിൽ പോലും സംസാരിക്കാറില്ല. പിന്നെ എങ്ങനെ നാട്ടിൽ സംസാരിക്കുന്നത്? അപ്പം നമ്മൾ പണ്ടത്തെ കാലത്തേക്കൊന്ന് തിരിച്ചു പോകണം. നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ എതിരെ വരുന്ന ഒരാൾ ചോദിക്കും നമ്മുടെ അടുത്ത്, എന്തുകൊണ്ട് വിശേഷം? എവിടെ പോന്നു? അപ്പോൾ ഞാൻ ഇന്നടത്തോട്ട് പോവാണ് എന്ന് പറയും. ഒരു 50 പേരെങ്കിലും ഞാൻ നടന്നു പോകുമ്പോൾ അന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചാലോ, ആളുകളടുത്ത് എവിടെ പോകുന്നു ചോദിച്ചാൽ ഇയാൾക്ക് എന്തുവാണോ അറിഞ്ഞിട്ട് എന്ന് ചോദിക്കും. കാരണം നമ്മുടെ പ്രൈവസിയാണ് ഇപ്പോൾ എല്ലാം. നമുക്കെല്ലാം പ്രൈവസിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അതൊക്കെ മാറണം. കഴിഞ്ഞ 33 വർഷങ്ങളായി ചേർത്തലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സേവന സംരംഭങ്ങളിലും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിൽ നിന്നും തുടർന്നും അത്തരം സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റായി സ്ഥാനമേറ്റ റൊട്ടേറിയൻ MPHF NG നായർ പറഞ്ഞു. ഏതാണ്ട് 1.25 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ആ ചരിത്രം, ഒരു വലിയ ലെഗസിയുടെ ഉടമസ്ഥ ഉള്ള റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായ 3211 എന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ കണ്ണിയായ ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള സ്ഥാനം ഏൽക്കുകയാണ്. വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ റോട്ടറി മെമ്പറാണ്. ഡിസ്ട്രിക്ട് 3211 മുൻ ഗവർണർ റൊട്ടേറിയൻ AKSM ജോൺ ഡാനിയൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു.
പ്രസിഡന്റ് റൊട്ടേറിയൻ MPHF NG നായരോടൊപ്പം വൈസ് പ്രസിഡന്റായി റൊട്ടേറിയൻ MPHF തങ്കച്ചൻ ടി കടവനും സെക്രട്ടറിയായി റൊട്ടേറിയൻ MPHF ഡോക്ടർ MN ലൂക്കോസും ക്ലബ് ട്രഷററായി റൊട്ടേറിയൻ MPHF ജിതേഷ് നമ്പ്യാരും സ്ഥാനമേറ്റു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നഗരസഭയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി നൽകിയ പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. മുൻ നഗരസഭാ ചെയർമാനും ഇപ്പോൾ കുണ്ടറ സെറാമിക്സ് ചെയർമാനും KSFE ഡയറക്ടർ ബോർഡ് അംഗവുമായ VT ജോസഫിൻ്റെ ഇടപെടലിലൂടെയാണ് നഗരത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പുതിയ വാഹനം ലഭിച്ചത്. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ VT ജോസഫ് നഗരസഭയിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വാഹനത്തിൻ്റെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവനും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസും ചേർന്ന് ഏറ്റുവാങ്ങി. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനായുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വാഹനത്തിന് 7 ലക്ഷം രൂപയാണ് KSFE അനുവദിച്ചത്. വളരെയധികം രോഗികളാണ് പാലിയേറ്റീവായി ബന്ധപ്പെട്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള മനുജ അടക്കമുള്ള ആൾക്കാർ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ രോഗികളെ നോക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ളതായിട്ടുള്ള ഒരു വണ്ടി നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിന്നിപ്പം നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, G രഞ്ജിത്ത്, മാധുരി സാബു, AS സാബു, നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ, ജോഷിത, NK പുഷ്പകുമാർ, MA സാജു, A അജി, KP പ്രകാശൻ, ഷീജ സന്തോഷ്, നഗരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുജിത്ത്, താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ്, ക്ലീൻ സിറ്റി മാനേജർ S സുദീപ്, പോവർട്ടി അലീവിയേഷൻ ഓഫീസർ സ്റ്റാലിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നെടുമ്പർക്കാട് ജുമാഅത്ത് ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കി. ചേർത്തല നെടുമ്പർക്കാട് ജുമാ മസ്ജിദ് ഹാളിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. SS ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷനും സെന്റ് മൈക്കിൾസ് കോളേജിലെ NSS യൂണിറ്റും നെടുമ്പർക്കാട് ജുമാ മസ്ജിദും സംയുക്തമായിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർത്തല നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് P ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ജനത്തിന് ക്ഷേമങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തെ ഏറ്റവും പ്രാധാന്യമുള്ള അവയവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമാണുള്ളത്. എല്ലാം ഒന്നിനൊന്ന് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ മനോഹരമായ പ്രപഞ്ചത്തെ ആസ്വദിക്കുവാൻ, നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ ഏറ്റവും ആവശ്യകത കണ്ണാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. S ശിവമോഹൻ അധ്യക്ഷത വഹിച്ചു. ജുമാ മസ്ജിദ് ഇമാം യൂസഫ് ബാഖവി കാഞ്ഞിരപ്പള്ളി, മഹൽ കമ്മിറ്റി പ്രസിഡന്റും ചേർത്തല നഗരസഭാ കൗൺസിലറുമായ B ഫൈസൽ, നഗരസഭാ കൗൺസിലർ S സനീഷ് എന്നിവർ ആശംസകൾ നേർന്നു. SS ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ കുമാരി ലക്ഷ്മി വിനോദ് സ്വാഗതവും സെന്റ് മൈക്കിൾസ് കോളേജ് NSS യൂണിറ്റ് വളണ്ടിയർ സെക്രട്ടറി മിഥുൻ SM പിള്ള നന്ദിയും പറഞ്ഞു. കായംകുളം ഇസ്ര ഐ കെയർ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പരിശോധന ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ടൈം ന്യൂസ് ചേർത്തല. ഓൾ ഇന്ത്യ ഗ്രാമീണ ഡാക് സേവക് യൂണിയൻ ഡിവിഷൻ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ഓൾ ഇന്ത്യ ഗ്രാമീൺ ഡാക് സേവക് യൂണിയൻ ഡിവിഷൻ സമ്മേളനം നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം AIGDSU സർക്കിൾ സെക്രട്ടറി MT സുരേഷ് ഉദ്ഘാടനം ചെയ്തു. AIGDSU സംഘടന ഒരു ഫെഡറേഷന്റെ ഭാഗമല്ല, അതൊരു സ്വതന്ത്ര അംഗീകൃത സംഘടനയാണ് എന്നുള്ള കാര്യം ഓരോ ജീവനക്കാരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കേണ്ടത്. GDS ജീവനക്കാർ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതെന്താണ്, അതിനെങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. സ്വാഗത സംഘം ചെയർമാൻ ശ്രീകുമാർ കൈമൾ V അധ്യക്ഷനായി. മുൻ സർക്കിൾ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ സർക്കിൾ സെക്രട്ടറി ജാഫർ, KC പ്രഭ, വിഷ്ണുപ്രസാദ്, അനസ്മോൻ, അനിൽകുമാർ, അഞ്ജിത്, ശ്രുതി S നായർ, ഓമന തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ സജിത് SJ സ്വാഗതവും സാനു നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. തൈക്കാട്ടുശ്ശേരി MD UP സ്കൂളിലെ സാമൂഹ്യവിരുദ്ധ ആക്രമണം, ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. തൈക്കാട്ടുശ്ശേരി മണിയാർദക്കൽ MD UP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമത്തിൽ സ്കൂളിലെ അലമാരിയിലെ ഫയലുകളും സാമഗ്രികളും നശിപ്പിച്ചതിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച അടിയന്തര യോഗം ചേർന്നു. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മെമ്പർ ജലജ ചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ മിനിമോൾ TV, വാർഡ് മെമ്പർ, സ്കൂൾ അധികൃതർ, എക്സൈസ് ഓഫീസർ, SI, ICDS സൂപ്പർവൈസർ തുടങ്ങിയവർ മീറ്റിംഗിൽ പങ്കെടുത്തു. സ്കൂളിൽ ആക്രമണം നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നതിന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ മെമ്പർ നിർദ്ദേശിച്ചു.
തുടർന്നും സ്കൂളിൽ അതിക്രമങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി CCTV ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നതിന് പഞ്ചായത്തിനും സ്കൂൾ മാനേജ്മെന്റിനും നിർദ്ദേശം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പുന്നപ്പുറ തെക്ക് ഗ്രാമപഞ്ചായത്തിൽ 5 കുടുംബങ്ങൾക്ക് വീടിന്റെ താക്കോൽ കൈമാറി. മന്ത്രി സജി ചെറിയാൻ താക്കോൽ നൽകി. ജില്ലയിൽ പക്ഷിപ്പനി തുടർച്ചയായി സ്ഥിരീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. തിങ്കളാഴ്ച റിപ്പോർട്ട് സഭയിൽ വയ്ക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രക്കുളത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ സ്വദേശി മുകേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മാന്നാറിലെ കലാകൊലപാതകം കേസിൽ 1-ാം പ്രതിയായ ഭർത്താവ് അനിലിനായി പോലീസ് ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ആദ്യ നടപടിയാണ് ഇത്. തൈക്കാട്ടുശ്ശേരി MDUP സ്കൂളിലെ സാമൂഹ്യ വിരുദ്ധ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തോടനുബന്ധിച്ച് വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ടും ഗതാഗത കുരുക്കിന് ശമനമില്ല. വീണ്ടും യാത്രാ ദുരിതം. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.